ഫ്രണ്ട്സ്, അടുത്ത് തന്നെ നമ്മുടെ 21 ഡേയ്സ് ഓഫ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, ബേസിക്കലി ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച്, അതായത് സെയിം ക്വാർട്ടറിൽ എൻട്രിയും സെയിം ക്വാർട്ടറിൽ എക്സിറ്റുമായിട്ടുള്ള ട്രേഡാണ് ഷോർട്ട് സ്വിംഗ് ട്രേഡ്. ഇത്തവണ സിലബസിൽ ഞാൻ ഒരു 5 ഡേയ്സ് ശരിക്കും പറഞ്ഞാൽ ഇൻട്രാഡേയുടെ ബേസിൽ, ഇൻട്രാഡേ പ്രൈസ് ആക്ഷൻ്റെ ബേസിൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും, എങ്ങനെ ചാർട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ ആ ചാർട്ടിനെ ഇൻഫർ ചെയ്യാൻ പറ്റും, എങ്ങനെ ആ ചാർട്ടിൽ ബെസ്റ്റ് പ്രോബിലിറ്റി ട്രേഡ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് കൂടെ ഉണ്ട്. ടോട്ടൽ 21 ഡേയ്സ് ഓഫ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ്. ആദ്യത്തെ 4 ദിവസം നമ്മൾ ഇംപെക്കബിൾ ഫണ്ട അനാലിസിസ്, ബേസിക്കലി ഫണ്ട പ്ലസ് മൾട്ടി ബാഗർ പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 11 to 12 ഡേയ്സ് എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഷോർട്ട് സ്വിംഗ് ട്രേഡിൻ്റെ എൻട്രി എക്സിറ്റ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് ബിഹേവിയർ പാറ്റേൺ കൂടെ പഠിക്കുന്നുണ്ട്. ഓരോ സ്റ്റോക്കിനും ഓരോ ബിഹേവിയറാണുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള 5 ഡേയ്സ് എന്ന് പറയുന്നതാണ് പ്രൈസ് ആക്ഷൻ ബേസ്ഡ്, പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻട്രാഡേ ചാർട്ട് അനാലിസിസ്, ചാർട്ട് ഇൻഫറൻസ്, ആ ചാർട്ടിൽ എങ്ങനെ ബെസ്റ്റ് പ്രോബിലിറ്റി ട്രേഡ്സ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ്. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താങ്കൾക്ക് prosip23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ അടുത്ത കാലത്ത് ചോദിക്കുന്ന ചോദ്യം മാർക്കറ്റ് താഴെ വീഴുമോ ഇല്ലയോ എന്നുള്ളതാണ്. നോബഡി ക്യാൻ പ്രെഡിക്റ്റ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. മാർക്കറ്റ് എന്ന് വെച്ചാൽ വലിയൊരു ഡിവിനിറ്റിയാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു പരിധിവരെയൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഏതാനും ചില പോയിൻറ്റ്സ് ഞാൻ നിങ്ങളോട് ഒന്ന് റിമൈൻ ചെയ്യുവാൻ, മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ്. മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് വെച്ചാൽ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ കൺട്രിയെ സംബന്ധിച്ച് വൺ ഓഫ് ദി ടോപ്പസ്റ്റ് ഫേസിലാണ് ഓടുന്നത് എക്കണോമിക് ആക്ടിവിറ്റി. ആ ഒരു രീതിയിൽ കുറെ കൂടെ സേഫാണ്. രണ്ടാമത്തെ കാര്യം, ഫിസിക്കൽ ഡെഫിസിറ്റിൽ നല്ല കുറവ് വന്നിട്ടുണ്ട്, ആ രീതിയിൽ കുറച്ച് സേഫാണ്. മൂന്നാമത്തെ കാര്യം, GST കളക്ഷൻ ഹ്യൂജായിട്ടാണ് കയറിപ്പോകുന്നത്, ആ രീതിയിൽ വളരെ വളരെ സേഫാണ്. നാലാമത്തെ കാര്യം, ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ് ശരിക്കും വേൾഡിൽ ബേസിക്കലി നടക്കുന്നത്. നമ്മൾ റഷ്യ ഉക്രൈൻ വാർ തുടങ്ങിയ സമയത്ത് മാർക്കറ്റ് അന്ന് സംതിങ് അറൗണ്ട് 1100 പോയിൻ്റാണ് താഴെ പോയത് നിഫ്റ്റി. റഷ്യ ഉക്രൈൻ വാർ ശരിക്കും ഇപ്പം പത്രമാധ്യമങ്ങളിൽ നിന്നേ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു, എന്നിട്ട് പോലും അതിൻ്റെ റിസൾട്ടൊന്നുമില്ല. ആൾക്കാരുടെ ഇൻട്രസ്റ്റ് അതിൻ്റെ അത് പോയി. പിന്നെ പുതുതായിട്ട് പ്രത്യേകിച്ചൊരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒന്നും നമ്മൾ കാണുന്നില്ല. ആ രീതിയിലും കുറേ കൂടെ വേണമെങ്കിൽ സേഫാണെന്ന് പറയാൻ സാധിക്കും. അടുത്ത പോയിന്റ് വെച്ചാൽ US ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കൺസേൺ ആണ്. ജൂലൈ മീറ്റിങ്ങിലും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരുപക്ഷെ സെപ്റ്റംബർ മീറ്റിങ്ങിൽ ഒരുപക്ഷെ 25 ബേസിസ് പോയിന്റ് കുറച്ചേക്കാം. ഇങ്ങനത്തെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള സപ്പോർട്ടീവ് പാരാമീറ്റേഴ്സ് പൊതുവെ എന്താ പറയേണ്ടത്, പോസിറ്റീവ് എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ മാർക്കറ്റ് നിഫ്റ്റി ശരിക്കും പറഞ്ഞാൽ 23.6 ആണ് നിഫ്റ്റി PE ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. നിഫ്റ്റി PE 23.6 എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ശരിക്കും ഹിസ്റ്റോറിക് PE 2021 നിന്നും സംതിങ് അറൗണ്ട് ഒരു ക്ലോസ് ടു 12%, 13% മേളിലാണ് നിഫ്റ്റി PE. അതാണ് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. എപ്പോഴും നിഫ്റ്റി PE കൂടുതൽ കയറി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കറണ്ട് റിസൾട്ടുകൾ നിഫ്റ്റി PE സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ബേസിക്കലി ഏണിങ്സ് പെർ ഷെയറാണ് നമ്മൾ റിസൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. EPS സ്ട്രോങ് ആയിട്ട് വന്നാൽ കുറേ കൂടെ നിഫ്റ്റിയുടെ PE വാല്യൂ കുറച്ചുകൂടെ താഴും. PE വാല്യൂ അങ്ങനെ താന്നില്ലെങ്കിൽ, റിസൾട്ട് വീക്ക് ആണെങ്കിൽ നാച്ചുറലി എപ്പോഴും കറക്ഷൻ വരാനുള്ള സാധ്യത ഏത് മാർക്കറ്റിലുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാസീവ് ഒരു Q4 ആണ് കഴിഞ്ഞത്. അതിനുശേഷം വരുന്ന Q1 നമ്മൾ നിൽക്കുന്ന റിസൾട്ട് സീസൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചില ഹൈ വാല്യൂഡ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ ഈവൻ ഇന്നലെ ഒരു ക്വാളിറ്റി സ്റ്റോക്കിൻ്റെ റിസൾട്ട് വന്നു, വളരെ വീക്കായിട്ട് റിസൾട്ടാണ്. ഇന്നലെ തന്നെ 10% വീക്കായി. ഇന്ന് നിങ്ങളോട് സംസാരിക്കും, ഈ നിമിഷം 9% വീണ്ടും താഴെയാണ്. ദാറ്റ് മീൻസ് സംതിങ് അറൗണ്ട് 20% ഓൾറെഡി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഹൈ റിച്ച് വാല്യൂവിൽ നിൽക്കുന്ന പല സെക്ടേഴ്സിലും റിസൾട്ട് വീക്കാണെങ്കിൽ കറക്ഷൻ സാധ്യതകൾ വളരെ വളരെ ഹ്യൂജ് ആണെന്നുള്ള കാര്യം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ആക്ച്വലി നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ശരിക്കും. എപ്പോഴും നിഫ്റ്റിയുടെ കറക്ഷൻ നോക്കുന്നതിനോടൊപ്പം തന്നെ സെക്ടറിൻ്റെ കറക്ഷനാണ് നിങ്ങൾ പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു കാര്യം. നിഫ്റ്റിയുടെ കറക്ഷൻ എന്ന് പറഞ്ഞാൽ നിഫ്റ്റി അല്ല ബേസിക്കലി നോക്കേണ്ടത്, CNX 500 ആണ്. നിഫ്റ്റിയിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റിയിലെ 2 സ്റ്റോക്ക് റിലയൻസും HDFC ബാങ്കിനുമാണ് ഹയസ്റ്റ് വെയിറ്റേജ്. ഈ സ്റ്റോക്കിൽ പ്ലസ് വന്നാൽ നിഫ്റ്റി നാച്ചുറലി കയറിപ്പോവും, ഈ സ്റ്റോക്ക് മൈനസ് വന്നാൽ നിഫ്റ്റി നാച്ചുറലി താഴെ പോകും. അപ്പോൾ എന്താ സംഭവിക്കുന്ന, ബാക്കിയുള്ള 48 സ്റ്റോക്കും സ്ക്യൂസ്ഡ് ആണ് ഈ 2 സ്റ്റോക്കിനിടയിൽ. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സംഗതി CNX 500 ആണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ 500 സ്റ്റോക്കിൻ്റെ ഒരു യൂണിവേഴ്സാണ്, കുറേ കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സാണ് ശരിക്കും. ഇപ്പോൾ കറക്ഷൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം മാർക്കറ്റ് ബ്രെഡ്ത്ത് ആണ്. ദാറ്റ് മീൻസ് എത്ര സ്റ്റോക്കുകളാണ് ശരിക്ക് ഒരു റാലിയിൽ പങ്കെടുക്കുന്നത്. സ്റ്റോക്കുകളുടെ എണ്ണം കുറഞ്ഞ് വരുവാണെങ്കിൽ, റാലി പങ്കെടുക്കുന്ന സ്റ്റോക്കുകളുടെ എണ്ണം കുറഞ്ഞു വരുവാണെങ്കിൽ
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയോ ഇഷ്യൂസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് ബ്രെത്ത് നമ്മൾ നോക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു 2 minutes ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്യുന്നുണ്ട്. ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിൽ ചാർട്ടിങ്ങിൻ്റെ സൈറ്റാണുള്ളത്. ചാർട്ടിങ്ങിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ബേസിക്കലി മാർക്കറ്റ് ബ്രെത്ത് ഞാൻ അനലൈസ് ചെയ്യുന്നത് CCI എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ വെച്ചാണ്. CCI 34 ആണ്. സോ CCI 34 ഗ്രേറ്റർ ദാൻ 100 എത്ര സ്റ്റോക്ക് ഉണ്ട് നമ്മൾ സാധാരണ നമുക്ക് ഇതിൻ്റെ നിന്ന് ക്ലിക്ക് ചെയ്ത് അറിയാൻ സാധിക്കും. ഇത് റൺ ചെയ്താൽ മതി. സോ ക്യാഷാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് സംതിങ് അറൗണ്ട് ഒരു 407 സ്റ്റോക്കാണ് ടോട്ടൽ CCI 100 മുകളിലുള്ളത്. നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് ബ്രെത്ത് അനലൈസ് ചെയ്യുന്നത്, നിങ്ങൾ ഇവിടെ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പല പല കളേഴ്സ്, ഈ കളർ ഓരോ ഇൻഡസ്ട്രിയാണ് കാണിക്കുന്നത്. ഈ കളർ പല പല ഇൻഡസ്ട്രീസിനാണ് കാണിക്കുന്നത്. ഈ ഒരു ചാർട്ടിൽ നോക്കിയാൽ ഈ ദിവസം എന്ന് പറഞ്ഞാൽ 9 months ബാക്ക്, നവംബർ 28 800 ക്ലോസ് ടു 600-650 കമ്പനി അഡ്വാൻസ് ചെയ്തു. വന്ന് ഈ ലെവലിൽ എത്തിയപ്പോഴത്തേക്കും എന്താ സംഭവിച്ചത്? ജനുവരി 15 2024 അഡ്വാൻസ് ചെയ്ത കമ്പനികളുടെ എണ്ണം 1000 അതിനുശേഷം നേരെ താഴത്തേക്ക് പോയി. ഈ താഴെ പോകുന്നതിൻ്റെ അർത്ഥം എന്താ? മാർക്കറ്റ് കറക്ഷനിലാണ് എപ്പോഴും മാർക്കറ്റ് ബ്രെത്ത് വീക്കായിക്കൊണ്ടിരിക്കുന്നത്. താഴെ വന്നതിന് ശേഷം തിരിച്ചു വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട്, ഈ ഭാഗത്തൊരു ബ്രേക്ക് ഔട്ട് കൊടുത്തു. ശരിക്കും ബ്രേക്ക് ഔട്ട് കൊടുത്ത ഡേറ്റ് എന്നാൽ മാർച്ച് 28 ബ്രേക്ക് ഔട്ട് കൊടുത്തു. അന്ന് ഏറ്റവും താഴെ വന്നപ്പോൾ അഡ്വാൻസ് ചെയ്ത കമ്പനികളെല്ലാം സാരമായിട്ട് കുറഞ്ഞു. സംതിങ് അറൗണ്ട് ലെസ് ദാൻ 200 കമ്പനി അഡ്വാൻസ് ചെയ്തിട്ടുള്ളൂ. ഈ ലെവൽ വന്നപ്പോഴത്തേക്കും പതുക്കെ വീണ്ടും കയറാൻ തുടങ്ങി. 200 മുകളിലായി. അതിനുശേഷം വീണ്ടും കയറി, വീണ്ടും ഒന്ന് താഴെ പോയി. ഈ താഴെ പോകുന്ന സമയത്തൊക്കെ വി ഷുഡ് ബി എക്സ്ട്രീംലി കെയർഫുൾ. വീണ്ടും കയറി, വീണ്ടും ഭയങ്കരമായിട്ട് താഴെ പോയ സമയം എന്ന് പറയുന്നത് സംതിങ് അറൗണ്ട് മെയ് 10 2024. അതിനുശേഷം വീണ്ടും കയറാൻ ശ്രമിച്ച ശേഷം എന്താ സംഭവിച്ചത്? അവിടെ സ്റ്റക്കപ്പായിട്ട് താഴെ വന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ച് സ്റ്റക്കപ്പായ ലെവൽ ഇതാണെങ്കിൽ അവിടെ ബ്രേക്ക് ഔട്ട് കൊടുത്ത ലെവൽ ഇതാണ് ശരിക്കും. ഈ ലെവൽ എന്ന് പറയുന്നത് ജൂൺ 10 ബ്രേക്ക് ഔട്ട് കൊടുത്തു. നേരെ മാർക്കറ്റ് ബ്രെത്ത് ഭയങ്കരമായിട്ട് കയറി. സോ മാർക്കറ്റ് ബ്രെത്ത് 1000 മേളിൽ പോയി. ഈ സമയത്ത് നോക്ക്, 1000 മേളിൽ കയറി എന്ന് പറയുമ്പം അത്രയും കമ്പനികൾ ജൂൺ 10 ശേഷമുള്ള റാലിയിൽ പങ്കെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. വീണ്ടും മാർക്കറ്റ് ബ്രെത്ത് കുറയാൻ തുടങ്ങി. ഈ ഭാഗത്തൊക്കെ മാർക്കറ്റ് ബ്രെത്ത് ഈ ലെവലിൽ 1000 മേളിൽ പങ്കെടുത്തെങ്കിൽ ഈ ലെവലിൽ വീണ്ടും കുറയാൻ തുടങ്ങി. ശേഷം വീണ്ടും കുറയാൻ തുടങ്ങി. അതിനുശേഷം ലേറ്റസ്റ്റ് നോക്കൂ, ഈ ലെവലെന്ന് പറയുന്നത്, ഈ ഒരു ലെവലെന്ന് പറയുന്നത് ശരിക്കും ജൂലൈ 18 18 നമ്പർ ഓഫ് സംതിങ് അറൗണ്ട് 600 കമ്പനിയുടെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് 19 വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് സംതിങ് അറൗണ്ട് 400-450 കമ്പനി അഡ്വാൻസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ബ്രെത്ത് കുറഞ്ഞു വരുന്നൊരു സമയത്താണ്. എപ്പോഴും മാർക്കറ്റ് ബ്രെത്ത് കുറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ സേഫ് ആക്കണം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ടൈറ്റൈൻ ചെയ്യണം. നമ്മൾ ഔട്ട് പെർഫോമൻസ് സ്റ്റോക്കുകളിലും ഔട്ട് പെർഫോമൻസ് സെക്ടറിൽ മാത്രമേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് വയ്ക്കണം. ശരിക്കും മാർക്കറ്റ് ബ്രെത്ത് കയറുന്ന സമയത്ത്, ബ്രേക്ക് ഔട്ടിൽ കൊടുക്കുന്ന സമയത്ത്, ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് ബ്രെത്ത് താഴെ വന്നു. ഇതാണ് മാർക്കറ്റ് ബ്രെത്തിലെ ഫൈനൽ റെസിസ്റ്റൻസ്. അതിനെ കട്ട് ചെയ്ത് പോയ ലെവൽ ഈ ലെവലാണ്. അതിനുശേഷം വീണ്ടും കയറി സംതിങ് 600 മേളിൽ വന്നു. തിരിച്ച് താഴെ വന്നത് ഒരൊറ്റ ദിവസമേ താഴെ പോയുള്ളൂ. വീണ്ടും മേളിൽ കയറാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ് മാർക്കറ്റ് ബ്രെത്തിൻ്റെ 800 അതിനുശേഷം തിരിച്ച് താഴെ വന്നു. ഈ താഴെ വരുന്ന സമയത്തൊക്കെ, ഈ ലെവലൊക്കെ താഴെ വരുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ടൈറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക. തിരിച്ച് മേളിൽ കയറിയിട്ട് സ്ട്രെങ്ത് കാണിച്ചില്ല, 600 വന്നത്, തിരിച്ച് വീണ്ടും താഴെ വന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാർക്കറ്റ് ബ്രെത്ത് ചാർട്ട്, ഈ ചാർട്ട് ബ്ലൈൻഡ് ആയിട്ട് ഉപയോഗിക്കട്ടെ. ഈ ചാർട്ട് ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. ഈ ചാർട്ടിനെ നിങ്ങൾ നിഫ്റ്റി 50 അല്ലെങ്കിൽ CNS 500 ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യണം. ആ കമ്പനിയുടെ ചാർട്ടിൽ, ദാറ്റ് മീൻസ് എന്താ പറയുക, ടെക്നിക്കൽ ചാർട്ടിൽ അതിൻ്റെ അകത്തുള്ള ഇൻഫറൻസും മാർക്കറ്റ് ബ്രെത്തും തമ്മിൽ നിങ്ങൾ അലൈൻ ചെയ്താൽ മാത്രമേ കറണ്ട് ഇൻഫറൻസ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, CNS 500 അല്ലെങ്കിൽ നിഫ്റ്റി തന്നെ എടുത്തോളൂ. വാട്ട് എവർ ഇറ്റ് ഇസ്, CNS 500 നിഫ്റ്റി ആണെങ്കിലും എന്താ പറയണ്ടേ, ഒരു നാച്ചുറലി സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് സ്ട്രക്ചർ ഹയർ ലോ എന്നുള്ള സ്ട്രക്ചർ പോയതിനു ശേഷം സ്റ്റോക്കിൽ എന്താ പറയണ്ടേ, ടോപ്പിലെത്തിയതിനു ശേഷം ഒരു ലോങ് വിക്കുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ വിത്ത് ഹയസ്റ്റ് വിക്ക്, ഹ്യൂജ് വിക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് വലിയ വോളിയം വന്നാൽ ശ്രദ്ധിക്കണം. പ്രോഫിറ്റ് ബുക്കിംഗ് ക്യാൻഡിലാണെന്ന് മനസ്സിലാക്കണം. ഈ പ്രോഫിറ്റ് ബുക്കിംഗ് ക്യാൻഡിലിന് ശേഷം മാർക്കറ്റ് ഒന്ന്, ദാറ്റ് മീൻസ് പർട്ടിക്കുലർ സെക്ടർ നിഫ്റ്റി ആണെങ്കിലും CNS 500 ആണെങ്കിലും ഒന്ന് താഴെ പോയതിനു ശേഷം തിരിച്ചുള്ള പുൾ ബാക്ക് പഴയ ഹൈയിൽ വന്നില്ലെങ്കിൽ, ഈ പുൾ ബാക്ക് പഴയ ഹൈ വരാതെ വീണ്ടും ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ then that's a serious point you have to definitely work out. ഒരു വളരെ സീരിയസ് മീനിങ് ആണ് അത് തരുന്നത്. ആ മീനിങ് അനുസരിച്ച് താങ്കൾ വളരെ കെയർഫുള്ളായിട്ട് താങ്കളുടെ പൊസിഷൻസിനെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഓരോ സെക്ടറും, എസ്പെഷ്യലി നിഫ്റ്റിയിലും CNS 500 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലും മിഡ് ക്യാപ്പ് ഇൻഡെക്സിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം നേരെ ഇൻഡെക്സ് താഴെ പോയതിനു ശേഷം തിരിച്ചുള്ള പുൾ ബാക്കിൽ പഴയ ലെവലിൽ, പഴയ ഹൈയിൽ വരാതെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഹൈ വന്നിട്ട് തിരിച്ചു വീണ്ടും താഴെ വരുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്?
ഹയർ ഹൈ മാറി ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം താഴെ വരുമ്പോൾ സപ്പോസ് എന്താ പറയുക ഹയർ ലോ കട്ട് ചെയ്ത് താഴെ പോകണമെങ്കിൽ ലോവർ ഹൈയും ലോവർ ലോവും ക്രിയേറ്റ് ചെയ്തു, സ്ട്രക്ചറിൽ കൊളാപ്സ് സംഭവിച്ചെന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, മാസി Q4 കഴിഞ്ഞ് വരുന്ന സോഫ്റ്റ് Q1 ആണ്. അതുകൊണ്ട് തന്നെ സോഫാർ റിസൾട്ട്സ് ഇന്ന് വരെ വന്ന റിസൾട്ടുകൾ പല റിസൾട്ടും വീക്കായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൈ വാല്യുവേഷൻ കിടക്കുന്ന സെക്ടേഴ്സിൽ പ്രത്യേകമായിട്ട് എന്താ പറയേണ്ട, ആ സെക്ടേഴ്സിൽ താങ്കൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ താങ്കൾ എക്സ്ട്രീംലി കെയർഫുൾ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരു 1 year 2 year ആയിട്ട് PSE സ്റ്റോക്സിൻ്റെ ഗ്രേറ്റ് റണ്ണാണ് നമ്മൾ കണ്ടത്. എല്ലാ PSE സ്റ്റോക്കും ഒരു പരിധി വിട്ടുള്ള വാല്യുവേഷനിലേക്ക് പോയി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്താണ് ഗവൺമെൻറ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നത്, ഡൈവെസ്റ്റ്മെൻറ്റിലേക്ക് വരേണ്ട ഒരു സമയമാണിത്. കാര്യം ഗവൺമെൻറ് സ്റ്റോക്ക് വിൽക്കേണ്ട ഒരു സമയമാണ്. കാര്യം വാല്യുവേഷൻ വല്ലാതെ കൂടി കഴിയുമ്പോഴത്തേക്കും നാച്ചുറലി അതിൻ്റെ ഓണർ അല്ലെ പ്രൊമോട്ടർ ആ സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ പൈസ ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ തിരിച്ച് വീണ്ടും വാല്യുവേഷൻ താഴ്ന്നു കഴിച്ചിട്ട് അതേ സ്റ്റോക്കിന് തീർച്ചയായും മേടിക്കാൻ സാധിക്കും. എപ്പോഴാണ് പ്രൊമോട്ടേഴ്സ് പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാമോ? സെക്ടേഴ്സ് വല്ലാതെ റിച്ചായി കഴിഞ്ഞ ശേഷം, ദാറ്റ് മീൻസ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഒരു ലെവലിൽ വിട്ട് പരിധി മേളിൽ പോകുന്ന സമയത്ത് സാധാരണ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് വിറ്റ് കഴിഞ്ഞിട്ട് അവർ ആ പ്രോഫിറ്റ് തിരിച്ചെടുക്കും. എടുത്തതിന് ശേഷം അവരെന്ത് ചെയ്യും, ഈ സെക്ടർ അല്ലെങ്കിൽ ഈ സ്റ്റോക്കുകൾ വീണ്ടും എന്താ പറയുക ഒരു നോർമൽ വാല്യുവേഷൻ വരാനായിട്ട് അവർ കാത്തിരിക്കും. നോർമൽ വാല്യുവേഷൻ വരുമ്പോൾ അവർ വീണ്ടും ഈ സെക്ടറുകളിലെ അല്ലെങ്കിൽ ഈ സ്റ്റോക്കുകളിൽ വീണ്ടും അവർ സ്റ്റോക്സ് പർച്ചേസ് ചെയ്യും. കഴിഞ്ഞ 3 മാസമായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഹിസ്റ്ററിയിൽ ഹയ്യസ്റ്റ് പ്രൊമോട്ടർ സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത്. കാര്യം എന്താ, കോടിക്കണക്കിന് ബില്യൺസ് ഓഫ് റുപ്പീസിൻ്റെ സ്റ്റോക്കാണ് പ്രൊമോട്ടേഴ്സ് തലങ്ങും ബലങ്ങും വിറ്റ് കഴിഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ചാൽ വാല്യുവേഷൻ കൺസേണിൽ പ്രൊമോട്ടറിന് ബെസ്റ്റ് ടൈമാണ്. ബെസ്റ്റ് പ്രോഫിറ്റ്സിൽ സ്റ്റോക്ക് ഇക്വിറ്റീസ് വിറ്റതിന് ശേഷം വാല്യുവേഷൻ താഴെ വരുമ്പോൾ തിരിച്ചു മേടിക്കുക എന്നുള്ളത്. സോ ഇത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഇൻഡിക്കേഷൻ ആണെന്ന കാര്യം നമ്മൾ ഓർക്കണം. സോ നിങ്ങൾ ന്യൂസിനെ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് എന്തെങ്കിലും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് പോവുകയാണെങ്കിൽ എന്താ പറയേണ്ടത്, PSE പബ്ലിക് സെക്ടർ സ്റ്റോക്കിനെ സംബന്ധിച്ച്, കാര്യം പല പബ്ലിക് സെക്ടർ സ്റ്റോക്കുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിച്ച് വാല്യുവേഷനാണ്. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ താങ്കൾക്ക് അങ്ങനത്തെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും ന്യൂസുകളെ താങ്കൾ ശ്രദ്ധിക്കണം. കാരണം ന്യൂസിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് ഗവൺമെൻറ് പ്ലാൻസിനെ കുറിച്ച്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, താങ്കളുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ ആ പർട്ടിക്കുലർ സെക്ടറിൻ്റെ മീൻ റിവേഷൻ ശ്രദ്ധിക്കണം. സെക്ടറിൽ ലോവർ ഹൈ ലോവർ ലോ ക്രിയേഷൻ വരുന്നുണ്ടോ ശ്രദ്ധിക്കണം. നാച്ചുറലി സെക്ടറിൻ്റെ സപ്പോർട്ട് സ്റ്റോക്കിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സെക്ടറിനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞതിൽ എസെൻഷ്യലാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ. നാച്ചുറലി ആ സെക്ടറിനെ അനലൈസ് ചെയ്ത പോലെ തന്നെ സ്റ്റോക്കിനെയും അനലൈസ് ചെയ്യാൻ പഠിക്കണം. മാർക്കറ്റ് വീക്കാവുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ബ്രേക്ക്ഔട്ട്സ് ഫെയിലിയർ ആകുന്നത്. സോ ബ്രേക്ക്ഔട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് സെക്ടർ ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ആകുന്നു, സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ആകുന്നു വെച്ചാൽ മാർക്കറ്റിൽ സ്ട്രെങ്ത് കുറയുന്നെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഔട്ട്സിനെ ശ്രദ്ധിക്കുക. അപ്പോൾ പൊതുവേ ഇങ്ങനത്തെ മാർക്കറ്റിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ നമുക്ക് ധാരാളം കണ്ടുവന്നു, നമ്മൾ മാർക്കറ്റ് ഒരു കറക്ഷനിലേക്ക് പോകാൻ പോകുന്നതൊക്കെ തോന്നലൊക്കെ വരുവാണെങ്കിൽ, അങ്ങനെ നമുക്ക് ഡേറ്റ അങ്ങനെ കാണിക്കുന്നു, ചാർട്ട്സ് അങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, താങ്കളുടെ ഫോക്കസ് എപ്പോഴും എന്താ പറയണ്ടേ, ലോ PE ഹൈ പെർഫോമൻസ് സ്റ്റോക്കിലായിരിക്കണം. ഹൈ പെർഫോമൻസ് എന്ന് വെച്ചാൽ പെർഫോമൻസ് കൊണ്ട് ഏണിങ്സ് പെർ ഷെയർ ടോപ്പാണ്, പക്ഷേ PE വാല്യൂ കൊണ്ട് ഏണിങ്സ് പെർ ഷെയർ ടോപ്പ് ആയതുകൊണ്ട് തന്നെ PE വാല്യൂ ദാറ്റ് മീൻ വാല്യുവേഷൻ വളരെ മാനേജബിൾ ആയിട്ടുള്ള വളരെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. അങ്ങനത്തെ സ്റ്റോക്കുകൾ ശ്രദ്ധിക്കുക, അങ്ങനത്തെ സെക്ടറുകളിൽ ശ്രദ്ധിക്കുക. സോ ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ ഉള്ള പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് കറക്ഷൻ വരുമ്പോൾ ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ കറക്ഷൻ വരും, പക്ഷേ കറക്ഷൻ്റെ ആ ഗ്രാവിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇങ്ങനത്തെ സ്റ്റോക്കുകളാണ് സാധാരണ എന്താ പറയണ്ടേ എക്സലൻറ്റ് പെർഫോമൻസിലുള്ള സ്റ്റോക്കുകൾ പ്ലസ് ലോ വാല്യുവേഷൻ സ്റ്റോക്കുകളിൽ ഡിമാൻഡ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആക്ച്വലി ഈ സ്റ്റോക്ക് നിഫ്റ്റിയെക്കാളിലും അല്ലെങ്കിൽ CNS 500-നെക്കാളിലും ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കും. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ഷെയർ ആണ്. ശരിക്കും ഫ്രീ ഫ്ലോട്ട് എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, പ്രൊമോട്ടറിൻ്റെ കയ്യിലും FISൻ്റെ കയ്യിലും DISൻ്റെ കയ്യിലും വന്നതിന് ശേഷം പബ്ലിക് ഏരിയയിൽ എത്ര ഷെയർ ഉണ്ട്. പല സ്റ്റോക്കുകളിലും നിങ്ങൾ TCS എടുത്ത് നോക്കൂ, HCL എടുത്ത് നോക്കൂ, ഈ സ്റ്റോക്കിലൊക്കെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ഷെയർ കമ്പാരിറ്റീവ്ലി കുറവാണ്. ലെസ് ദാൻ 5%, ലെസ് ദാൻ 7%, 8% ഒക്കെ ഉള്ളൂ. ഇങ്ങനത്തെ സ്റ്റോക്കുകളുടെ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്റ്റോക്കുകളുടെ മെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇരിക്കുന്നത് പ്രൊമോട്ടറിൻ്റെ കയ്യിലും അല്ലെങ്കിൽ FISൻ്റെ കയ്യിലും അല്ലെങ്കിൽ DISൻ്റെ കയ്യിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു കറക്ഷനൊക്കെ വന്നാൽ അവർ ആ സ്റ്റോക്ക് വിൽക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കറക്ഷൻ വന്നാലും ഈ സ്റ്റോക്കിലെ കറക്ഷൻ കമ്പാരിറ്റീവ്ലി മിനിമലായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ സ്റ്റോക്കിൽ ഡിമാൻഡ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സപ്ലൈ എപ്പോഴും കുറവായിരിക്കും. സപ്ലൈ കുറവാകുമ്പോൾ സപ്പോസ് താങ്കൾക്ക് അങ്ങനത്തെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ സ്റ്റോക്കുകളിൽ ഡിമാൻഡ് വരുമ്പോൾ സപ്ലൈ കുറയുന്ന സമയത്ത് പ്രൈസ് ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്ത് കയറുന്നത് താങ്കൾക്ക് കാണാൻ സാധിക്കും. സോ ഇങ്ങനത്തെ സ്റ്റോക്കുകളും തീർച്ചയായും താങ്കൾ ശ്രദ്ധിക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഹൈ പെർഫോമൻസ് സ്റ്റോക്കുകൾ, ദാറ്റ് മീൻസ്
ലോ പി ഇ ഹൈ പെർഫോമൻസ് സ്റ്റോക്കുകൾ, അവത്തിൽ തന്നെ ഫ്രീ ഫ്ലോട്ട് എന്താ പറയണ്ടത് കുറവുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ സെക്ടർ അനാലിസിസ്, സെക്ടർ മീൻ റിവേഴ്സിൽ നിന്ന് മാറി കിടക്കുവാണോ, മീൻ റിവേഴ്സിലേക്ക് വന്ന് കിടക്കുവാണോ, പുൾ ബാക്കിലാണോ, അതുപോലെ തന്നെ ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ സെക്ടറിൽ, അതുപോലെ തന്നെ സെയിം സെക്ടറിലെ സെയിം സ്റ്റോക്കുകളിൽ എങ്ങനെയാണ് ഈ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നുള്ളത്, CNS ഫൈൻഡർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത്. Nifty 50 തീർച്ചയായും നോക്കാം. Nifty 50 ഓർ CNS ഫൈൻഡർ. CNS ഫൈൻഡർ ആണ് പ്രിഫറബിൾ ആയിട്ടുള്ള സംഗതി. അതുപോലെ തന്നെ മാർക്കറ്റ് ബ്രെത്ത്, എത്ര സ്റ്റോക്കുകളാണ് ഓരോ അല്ലെങ്കിൽ എത്ര സെക്ടറുകളാണ് ഈ റാലിയോടൊപ്പം നീങ്ങുന്നത്, അതും അത്യാവശ്യമാണ് നോക്കാനായിട്ട്. അതുപോലെ തന്നെ ഫൈനലി ഔട്ട് പെർഫോമൻസ് എന്ന് പറയുന്ന സംഗതിയാണ്. ഔട്ട് പെർഫോമൻസ് സെക്ടറിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ, ഔട്ട് പെർഫോമൻസ് സ്റ്റോക്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. ഔട്ട് പെർഫോമൻസ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോ അനാലിസിസ് ഔട്ട് പെർഫോം അനലൈസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ സ്റ്റാൻഡ് വെയിൻസ്റ്റിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് വെച്ച് ഔട്ട് പെർഫോം നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഔട്ട് പെർഫോമൻസ് തീർച്ചയായും പഠിക്കേണ്ട സംഗതിയാണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് വീഴുന്നുണ്ടോ, മാർക്കറ്റ് കയറുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് തന്നെ ഡേറ്റ വെച്ച് ന്യൂസും ഡേറ്റയും കൂടെ അലൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും ഒരു ഐഡിയ കിട്ടും. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കുന്നതാണ് ഏത് മാർക്കിലും അഭികാമ്യം.